ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി എത്തിയതാണ്. കൃഷിക്ക് വേണ്ടി വെള്ളം എടുത്തിട്ടേക്കുന്ന ഒരു കുഴിയിലാണ് നമ്മളിന്ന് ചൂണ്ടിടാൻ പോകുന്നത്. മീനുണ്ടോയെന്നറിയത്തില്ല. ഒത്തിരി മീൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് നോക്കാം മീനുണ്ടോ ഇല്ലേന്ന്. ഇവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ്. വിഷജന്തുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സൂക്ഷിച്ച് പോവാം. ഇവിടെ ഒരു വെള്ളക്കെട്ട് കാണാം. ഇവിടെ നമുക്കൊന്ന് ചൂണ്ടിട്ട് നോക്കാം. പക്ഷേ ഇവിടെ മൊത്തം പാല് കയറി കിടക്കുക. പാലിനെ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ചൂണ്ടിടാൻ. പാല് മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ ചൂണ്ട അടിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഒരുപാട് വള്ളിപ്പായലാണ് കേട്ടോ. മീനത്ര ഓടിക്കാണും. നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചൂണ്ട ഇട്ട് നോക്കാം. നമ്മളിത് ചെറിയ ചൂണ്ടയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മണ്ണര പൊരുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിട്ടലിനെ കണ്ടപ്പോൾ അതിനെയും പിടിച്ചതിൽ കോർത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ചൂണ്ട ഇട്ട് നോക്കാം. ചൂണ്ട ഇറക്കി ഇട്ടിട്ടുണ്ട്. ചൂണ്ട ഇറങ്ങുന്നില്ല താഴോട്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ചൂണ്ട ഇട്ടിരുന്നതാണ്. എന്തോ കൊത്തുന്നുണ്ട്. പൊടിമീനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മിസ്സായിപ്പോയി. നമ്മൾ പിന്നെയും ചൂണ്ട അവിടെ തന്നെയാണ് ഇടുന്നത്. ചൂണ്ട ഇറക്കിയിട്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. എരുവറുത്ത് പിന്നെയും ചൂണ്ട ഇറക്കിയിടുകയാണ്. ചൂണ്ട ഇറക്കിയിട്ടിട്ടുണ്ട്. മീൻ കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഒരു കൈതക്കോരയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിതിനെടുക്കുവാണ്. തിരിച്ചു വിടുന്നില്ല. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കിട്ടിയൊരു കൈതക്കോരയാണ്. നമ്മൾ തിരിച്ചു വിടുവാണ്. എന്തോ ചെറിയൊരു മീനാണ്. എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചെറിയൊരു അടി കിട്ടി. കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവനെന്തോ കടിച്ച പാടിവിടെ കാണാം. നോക്കിയാൽ ഏതോ വലിയ മീൻ ഇവനെ കഴിക്കാൻ ശ്രമിച്ചതാണ്. നമ്മളേതായാലും ഇവനെ എടുക്കുന്നില്ല. ഇവനെ നമ്മൾ തിരിച്ചു വിടുവാണ്. കുഞ്ഞു മീനാണ്. നമ്മുടെ പീലി ഒരു അനക്കമില്ലാതെ കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട്. നമുക്ക് ഈ ചൂണ്ടെടുത്ത് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. വെയിലടിച്ച് കഴിഞ്ഞാൽ മീൻ അടിക്കാൻ ചാൻസ് കുറവാണ്. ചൂണ്ടെടുത്ത് മാറ്റിയിട്ട് കളയാം. നമുക്ക് മൂന്നാമതൊരു മീൻ കിട്ടിയിട്ടുണ്ട്. കൈതക്കോരയാണ്. നല്ല പച്ച നിറത്തുള്ളൊരു കൈതക്കോരയാണ്. ഇതിനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ മീനാണ്. നമ്മളതിനെ തിരിച്ചു വിടുവാണ്. നമ്മുടെ ചൂണ്ടയിൽ എന്തോ കൊത്തുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു കൈതക്കോരയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ കവറിലേക്ക് ഇടുവാണ്. തിരിച്ചു വിടുന്നില്ല. ഇതിനെ നമ്മൾ നേരെ കൊണ്ടുപോയി കവറിലേക്ക് ഇടുവാണ്. കവറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ മീൻ പിടിച്ചിട്ട് ആകെ കവറിലേക്ക് ഇട്ട മീൻ ഈ കാണുന്ന ഈ ഒരു കൈതക്കോരയാണ്. ഇവനെ നമ്മൾ തിരിച്ചു വിടുവാണ്. ഒറ്റ മീനായതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വിടുന്നത്. ഇവനെയും തിരിച്ചുവിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. നേരെ ഇരുട്ടി.
നമുക്കിങ്ങനെയല്ല ഒരുപാട് മീൻ കിട്ടുന്നതാണ്. ഇന്നിപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് വെള്ളം ഒരുപാട് വറ്റിപ്പോയി, അതുകൊണ്ടാണ് മീൻ കിട്ടാത്തത്. വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ളൊരു കാഴ്ചയാണ്. ഒരു കൃഷിസ്ഥലമാണ്, അവിടെ കൃഷി ചെയ്തിട്ടേക്കുന്നതാണ്. ഇവിടെ പടവലും പാവലും ഒക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇതുവഴി വേണം എൻ്റെ വീട്ടിലോട്ട് പോവാൻ. ഇവിടെ മൊത്തം കാടാണ്. എൻ്റെ മുട്ടിന് മുകളിലോട്ട് പുല്ല് വളം നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണുമെന്നറിയത്തില്ല. പാമ്പ് കണ്ടിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നു. നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുവാണ്. എല്ലാവർക്കും ബൈ.